മോളിന് ബഹുമാനം കൊടുക്കുന്നത് കാണയിൽ കിട്ടുന്നത് പോലെ മോളിന്
ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിവസത്തിന്റെ പകൽ സമയം സഭയോടൊത്ത് ഇതിലൂടെ അയപ്പാൻ കർത്താവ് എനിക്ക് വഴിയാക്കുന്ന വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നിവിടെ സന്തോഷത്തോടു കൂടി അയക്കുന്നവർ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ബോധപ്പെടുത്തിയാണ്. സങ്കീർത്തനം 122:1 പറയുന്നു, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ആര് സന്തോഷിച്ചു? ദാവീദ് സന്തോഷിച്ചു. ദാവീദിന് ആലയത്തിലേക്ക് പോകാമെന്ന് അവൻ പറഞ്ഞപ്പോഴേ ദാവീദിന്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആയിരിക്കണം പ്രിയമുള്ളവരെ, നമ്മളും ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ സന്തോഷത്തോടു കൂടി കടന്നു വരണം. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് പ്രയാസങ്ങൾ എന്തോ ഉണ്ടായിരിക്കാം. എന്നാൽ നമ്മൾ ചർച്ചിലോട്ട് കയറി വരുന്നതിന് മുമ്പ് അവിടെ സൈഡിൽ ചെരുപ്പൂരിയിടുന്നത്, അതുപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം കർത്താവിനെ ഒന്ന് ഏൽപ്പിച്ചിട്ട് സഭയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സെന്തായിരിക്കും? ഫ്രീ ആയിരിക്കും. നമ്മൾ സന്തോഷിക്കും. സന്തോഷത്തോടുകൂടി കർത്താവിനെ നമുക്ക് ആരാധിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രയാസങ്ങള്, നമ്മുടെ ദുഃഖങ്ങളെല്ലാം കർത്താവിനെ ഒന്ന് ഏൽപ്പിക്കുക. ഇന്ന് എന്റെ അപ്പനെല്ലാം നടത്തിക്കോളും എന്നൊരു വിശ്വാസത്തോടുകൂടി നമ്മൾ സഭയിലായിരിക്കുമ്പോൾ നമുക്ക് ആത്മാവിൽ ആരാധിച്ച് വചനം കേട്ട് അനുഗ്രഹം പ്രാപിച്ച് നമുക്ക് മടങ്ങി പോകാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തില് അനുഗ്രഹം പ്രാപിച്ച് നമ്മൾ തിരിച്ചു മടങ്ങി പോയെന്നാലും തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മൾ മനുഷ്യനാണ്, നമുക്ക് വാക്കുതർക്കങ്ങൾ, എതിർപ്പുകൾ, തർക്കങ്ങൾ, തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നാലും അതെല്ലാം ഒരു താൽക്കാലികം മാത്രമാണ്, ഒന്നും സ്ഥിരമല്ല. സ്ഥിരമായിട്ടുള്ള ഒരേ ഒരു വ്യക്തിയെ നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ പ്രപഞ്ച സൃഷ്ടാവായ നമ്മുടെ ദൈവം മാത്രമുള്ള നമ്മുടെ ജീവിതത്തിൽ സ്ഥിരം എന്ന് പറയുന്നത്. ബാക്കി ഉള്ള എല്ലാ പ്രശ്നങ്ങളും എന്തായിരിക്കും? താൽക്കാലികം മാത്രം. എത്ര പേര് വിശ്വസിക്കുന്നു എന്ന് എന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള തടസ്സങ്ങളെല്ലാം താൽക്കാലികം മാത്രമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആകെ ഉള്ളൊരു സ്ഥിരം എന്നുള്ള ഒരാള് നമ്മുടെ കർത്താവ് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഉയർത്തുന്നവൻ, നമ്മുടെ കഷ്ടങ്ങളിൽ നമ്മുടെ കൂടെയുള്ളവൻ, നമ്മുടെ കണ്ണീരിനെ എല്ലാം തിരുത്തിയിലാക്കി വെക്കുന്നവൻ, നമ്മുടെ പ്രയാസത്തിലെല്ലാം കൂടെയുള്ള ഒരേ ഒരു വ്യക്തി നമ്മുടെ കർത്താവ് മാത്രമാണ്. ആ കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളെ എല്ലാം താൽക്കാലികം മാത്രം. നമ്മളോട് ആരെങ്കിലും അവരുടെ വിഷമം പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗുണ്ട്, സമയമാവുമ്പോൾ എല്ലാം നടക്കും. അത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല, അത് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ്. നമുക്ക് ആ ഭാഗത്തിലേക്ക് കിടക്കാം. സഭാപ്രസംഗി 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദത്തിൽ വായിക്കും. എല്ലാത്തിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിലും ഒരു കാലമുണ്ട്. ടു എവ്രിതിങ് there is a season എന്നാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. ടു എവ്രിതിങ് there is a season. ദൈവത്തിന്റെ സമയത്തിൽ അത് ഭംഗിയായിട്ട് നടക്കും. നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചില വിഷയങ്ങൾ, കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ എക്സാമിന്റെ ടെൻഷന്, നമ്മുടെ പേരൻസിന് കുഞ്ഞുങ്ങളുടെ ഭാവിയെ കുറിച്ചുള്ള ടെൻഷന്, അതുപോലെ ബിസിനസിനെ കുറിച്ചുള്ള പ്രയാസങ്ങൾ, നമ്മുടെ വിഷയം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ നടക്കത്തില്ല എന്റെ അർത്ഥം നമ്മുടെ പ്രാർത്ഥന സ്വന്തം കേട്ടില്ലെന്നല്ല. കാരണം നമ്മളൊരു സമയം വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മുടെ കാര്യം നടക്കാതെ. നമ്മുടെ സമയം വെക്കാതെ ദൈവത്തിന്റെ സമയത്തിനായി നാം കാത്തിരിക്കണം. ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കുമ്പോൾ അത് ഭംഗിയായിട്ട് അത് നടക്കും. നമ്മുടെ കാത്തിരിപ്പിന് ഒരു മധുരമുണ്ടെന്ന നമ്മൾ കാത്തിരിക്കുമ്പം നമ്മൾ ആഗ്രഹിച്ചതിലും നനച്ചതിലും അത്യന്തം ഉപരിയായിട്ട് കർത്താവ് നമുക്കായിട്ട് അത് നേടിത്തരും. ടു എവ്രിതിങ് there is a season. നമ്മൾ 1-ാം വാക്യം മുതൽ അതിന്റെ 8 വരെ വായിക്കുമ്പോൾ ഒരു 10-25 കാലങ്ങളെ പറ്റി അതിൽ പറയുന്നുണ്ട്. ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം, നടുവാനൊരു കാലം, നട്ടത് പറിപ്പാനൊരു കാലം, കൊല്ലുവാനൊരു കാലം, സൗഖ്യമാക്കുവാനൊരു കാലം, ഇടിച്ചു കളയുവാനൊരു കാലം, പണിവാനൊരു കാലം, കളവാനൊരു കാലം, ചിരിപ്പാനൊരു കാലം, വിലപിപ്പാനൊരു കാലം, നൃത്തം ചെയ്യുവാനൊരു കാലം, കല്ല് പെറുക്കി കളയുവാനൊരു കാലം, കല്ല് പെറുക്കി കൂട്ടുവാനൊരു കാലം, ആലിംഗനം ചെയ്യുവാനൊരു കാലം, ആലിംഗനം ചെയ്യാതിരിപ്പാനൊരു കാലം, സമ്പാദിപ്പാനൊരു കാലം, നഷ്ടമാക്കുവാനൊരു കാലം, സൂക്ഷിച്ചു വെക്കാനൊരു കാലം, എറിഞ്ഞു കളയുവാനൊരു കാലം, കീറുവാനൊരു കാലം, തുന്നുവാനൊരു കാലം, മിണ്ടാതിരിപ്പാനൊരു കാലം, ദ്വേഷിപ്പാനൊരു കാലം, യുദ്ധത്തിനൊരു കാലം, സമാധാനത്തിനൊരു കാലം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യങ്ങൾക്കെല്ലാം ഒരു കാലമുണ്ട്. ആ കാലത്തിന് ശേഷം അത് ദൈവത്തിന്റെ സമയത്തിനായി നാം കാത്തിരിക്കുമ്പോൾ എന്താവും? അത് ഭംഗിയായിട്ട് ദൈവം നടത്തിത്തരും. ജോസഫിനെ പറ്റി നമ്മൾ പഠിച്ചുകൊണ്ട് വരികയാണ്. അപ്പൊ ജോസഫിന് സഹോദരന്മാര് ജോസഫിനെ ദുഷിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു.
ജോസഫ് പൊട്ടക്കിരച്ച് കിടന്ന ഒരു കാലം ഉണ്ടായിരുന്നു, കാരാഗ്രഹത്തിൽ കിടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ആ കാലങ്ങളെല്ലാം താണ്ടി ജോസഫ് ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരുന്ന് ജോസഫിനെ ദൈവം അനുഗ്രഹിച്ചു. ഇസ്രായേൽ ദേശത്തിന്റെ മേലധികാരിയാക്കി ജോസഫിനെ ദൈവം വാഴിച്ചു. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് രൂത്തിന്റെ ആ അധ്യായം നമ്മൾ ആദ്യത്തെ 1-2 അധ്യായം വായിക്കുമ്പോൾ രൂത്ത് ബോസിന്റെ വയലില് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ചോദിച്ച് ഞാൻ വർക്കിക്കോട്ടെ എന്ന് ചോദിച്ച ഒരു രൂത്തായിരുന്നു ആദ്യത്തെ 1-2 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്. എന്നാൽ പിന്നീട് രൂത്തിനെ ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ സമയത്തിനായി രൂത്ത് കാത്തിരുന്നു. ആ അധ്യായങ്ങൾ അവസാനത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആ വയലിന്റെ ഉടമസ്ഥയായിട്ട് രൂത്തിനെ ദൈവം മാനിച്ചു. അതുപോലെ തന്നെ പ്രിയവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സമയത്തിനായി നാം കാത്തിരിക്കുമ്പോൾ ദൈവം അവിടെ അത്ഭുതങ്ങൾ ചെയ്യും, അതിശയങ്ങൾ ചെയ്യും. നമ്മൾ ചോദിച്ചതിലും നിലച്ചതിലും അത്യന്തം ഉപരിയായിട്ട് ദൈവം നമ്മെ മാനിക്കും. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ, നമ്മളെ വിലയിടുവാണെങ്കിൽ നമ്മളൊന്നും ഒരിക്കലും ഒരിടത്തിലെത്തില്ല എന്നൊരു ചിന്തയാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ കിടക്കുകയുള്ളൂ. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മളെ ശ്വാസം മുട്ടിക്കും. ചില മനുഷ്യര് നമ്മളോട് വാക്കുകൾ കൊണ്ട് നമ്മളെ വിഷമിപ്പിക്കും, പ്രയാസപ്പെടുത്തും, നമ്മളെ നിന്ദിക്കും, നമ്മളെ അപമാനിക്കും, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഭാവി എല്ലാം നിന്ദിച്ചാലും അവരുടെ ആ വാക്കുകളിൽ തളർന്നു പോകാതെ നമ്മുടെ കർത്താവ് നമുക്ക് ഒരു വാക്ക് തന്നിട്ടുണ്ട്. സങ്കീർത്തനം 118:6, യഹോവ എന്റെ വലതുവശത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും. ആ ഒരു ധൈര്യത്തോടു കൂടി നാം മുമ്പോട്ട് ജീവിക്കണം. ആ ഒരു ധൈര്യത്തോടു കൂടി ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരുന്ന് വിശ്വസ്തയോടെ നാം കാത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണുവാൻ സാധിക്കും. വിശ്വാസത്തോടുകൂടെ കാത്തിരിക്കും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞ പോലെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല. അസാധ്യങ്ങളെ പോലും സാധ്യമാക്കാൻ ശക്തനായവരാണ് നമ്മുടെ ദൈവം. മനുഷ്യർക്ക് അസാധ്യം എന്നത് ദൈവത്തിന് സാധ്യം. അപ്പം ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും, അതിശയങ്ങൾ ചെയ്യും. അതിനായിട്ട് നമ്മെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ ദൈവം ദൈവത്തിൽ ആനന്ദിക്കുന്ന വചനം പറയുന്ന പോലെ പ്രശ്നങ്ങൾ അല്പസമയം മാറ്റിവെച്ചു നമുക്ക് ദൈവത്തിൽ സന്തോഷിക്കും. അല്പസമയം ചേർന്ന് സാധ്യം പാടി പോകുന്നു.
ഹല്ലേലൂയ. ഒരിക്കലും കരങ്ങൾ കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. തുടർന്ന് നമുക്കൊരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുന്നു. പ്രത്യാശയുടെ ഗാനം ചേർന്ന് കരങ്ങളെ തട്ടി പകർക്കാർ നമ്മൾ ആരാധിക്കാൻ കാണുന്നത് ശക്തിയോടൊപ്പം സമയം ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവിനെ ആരാധിക്കും. അവൻ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. Por
കാരുണ്യവാനായ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളെ ഭവനങ്ങളെ കർത്താവേ, വിവിധ ദേശങ്ങളിൽ ഞങ്ങളെ കൂട്ടിവരുത്തി അവിടുത്തെ പുനർവാദത്തായിരിക്കാനൊക്കെ ഞങ്ങളെ സഹായിച്ചു സ്തോത്രം കർത്താവേ. കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം അവിടുത്തെ ഞങ്ങളെ പരിപാലിച്ച കർത്താവേ, ഞങ്ങളായിരുന്ന സ്ഥാനങ്ങളിലെല്ലാം സാന്നിധ്യങ്ങളോട് കൂടെ ഇരുന്നല്ലോ. ആപത്തില്ല, രോഗത്തിൽ ദുഃഖത്തിലെല്ലാം ഞങ്ങളെ വിട്ടുവെച്ച് കർത്താവേ, സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ ഞായറാഴ്ച ദിവസം അവിടുന്ന് കൂട്ടിയെടുത്ത് കൃപയ്ക്കായി ശ്രദ്ധിക്കുന്ന കർത്താവേ, സഭയായി ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, അവിടുത്തെ പാദപീഠത്തിലായിരുന്ന കർത്താവേ, അങ്ങനെ സത്യവാക്കാലും ആരാധിച്ച് ബലപ്പെടുവാനൊക്കണം അവിടെ ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, ആരാധന വീരവാനൊക്കണം പരിശുദ്ധാത്മ നിറവ് കർത്താവേ, ഇവിടെ ആരാധന കർത്താവേ, ബലപ്പെടുവാനൊക്കണം ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. അഗ്നിനാവോടുകൂടി കർത്താവേ, ആരാധന വീരപ്പോൾ കർത്താവേ, അത്ഭുതങ്ങൾ നടക്കുവാനൊക്കണം ഞങ്ങളുടെ രോഗികൾ സൗഖ്യമാകുവാനൊക്കണം ഞങ്ങളുടെ ബലഹീനരായിരുന്നവർ ബലപ്പെടുവാനൊക്കണം കർത്താവേ. അതേപോലെ കർത്താവേ, ദേശകാലിന്റെ ശക്തികൾ നിർവീര്യമാകുവാനൊക്കണം അവിടുത്തെ സഹായിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. കടന്നു വന്നതുപോലെയല്ല, ഇരട്ടി അനുഗ്രഹത്തോടെ ഇരട്ടി സമാധാനത്തോടെ ഇവിടുന്ന് മടങ്ങിപ്പോകാനൊക്കെ കർത്താവേ, ഞങ്ങളെ ഏവരെ അവിടുന്ന് സഹായിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം കർത്താവേ. അതേപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആരാധനയെ നടത്തുവാനൊക്കണം യൂദോഷം നടത്തുവാനൊക്കണം അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. അനുഗ്രഹീതമായ ഗാനങ്ങൾ, പ്രത്യാശയുടെ ഗാനങ്ങൾ, അനുഗ്രഹീതമായ പ്രഭാഷണ പ്രബോധനങ്ങളെല്ലാം നടത്തുവാനൊക്കണം ഞങ്ങൾക്ക് നിങ്ങളെ സഹായിച്ചത് നന്ദി കർത്താവേ. സ്തോത്രം. സാന്നിധ്യങ്ങളോട് കൂടെ ഇരിക്കണമേ. അവിടുത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടുത്തെ കർത്താസന്മാരെ അവിടുന്ന് ശക്തീകരിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആത്മീയമായി മന്ന കർത്താവേ, അവിടുത്തെ കർത്താവേ ഞങ്ങളുടെ ദാസനും കൂടി ഏൽപ്പിച്ച കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട കേൾപ്പാനൊക്കെ നിങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ. സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ മുൻപാകേശിക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാഗൽഭ്യത്തോടെ ഇതിലേക്ക് കൈകൾ നീട്ടുവാനൊക്കെ വേണം ഞങ്ങളുടെ ശരീരങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കണം പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ. സ്തോത്രം. ഇത് സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അതേപോലെ വിദൂരത്തിലായിരിക്കുന്ന ഇത് സംബന്ധിക്കുന്ന ഏവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കാനൊക്കെ നമ്മൾ സഹായിക്കണമേ. ആദ്യോടെ സാന്നിധ്യങ്ങളോട് കൂടെ ഇരിക്കണമേ. പൂർണ്ണമായി നിങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. മാനമഹത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. സകലങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗ്ഗസ്ഥ പിതാവേ. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ഇന്ന് പകൽ സന്തോഷത്തോടെ ദിവസത്തിലായിരിക്കുന്നു? അങ്ങനെയെങ്കിൽ അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് സുഖമാണെന്നൊക്കെ ചോദിച്ചേ. നല്ല തണുപ്പ് രാവിലെ എഴുന്നേറ്റപ്പോൾ പലർക്കും തോന്നി, എനിക്കും തോന്നി. നല്ല തണുപ്പായിരുന്നു. ശ്രീലങ്കയിൽ അടിച്ച മഴയും കാറ്റും കൊടുങ്കാറ്റിൻ്റെയും അന്തരീക്ഷം നമ്മുടെ കേരളത്തിലേക്കും കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചു. കർമ്മേഘം മൂടിക്കെട്ടി നിൽക്കുകയാണ്. ഭയങ്കര തണുപ്പാണ്. മൂന്നാറിലെ തണുപ്പ് പോലെ പലർക്ക് തോന്നി. ചിലർക്ക് തോന്നിയുള്ളെന്ന് തോന്നി. എനിക്ക് തോന്നി. നിങ്ങൾക്ക് തോന്നിയെന്ന് വിശ്വസിക്കുക. അപ്പം പെട്ടെന്ന് ചിന്തിച്ചു, ഞായറാഴ്ചയാണല്ലോ ഇന്ന്. ചാടി എഴുന്നേറ്റ് എല്ലാവരും ഒരുങ്ങി ഉത്സാഹത്തോടെ വന്നു. ഇന്ന് പകൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം യൂത്ത് സർവീസിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് വർഷിപ്പിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട സാന്നിധ്യം നാം അനുഭവിച്ചു. നമുക്ക് തുടർന്ന് ഒരു നിമിഷം കൈ ഉയർത്തി പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. കർത്താവ് ഇവിടെ വന്നതുകൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ വന്നിരിക്കുന്നത്. എങ്കിൽ കൈ ഉയർത്തി യേശുവേ എന്നൊന്ന് വിളിച്ചാട്ടെ. യേശുവേ എന്നൊന്ന് വിളിച്ചാട്ടെ. കുറച്ചുകൂടെ ശബ്ദം ഉയർത്തുന്ന വിളിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ചാട്ടെ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം ആയിരുന്നിടത്ത് ദൈവം നമ്മെ പരിപാലിച്ചു, ദൈവം നമ്മെ സൂക്ഷിച്ചില്ലേ? അവന്റെ വിശ്വസ്തത ഓർത്തുകൊണ്ട്, പരിപാലനം ഓർത്തുകൊണ്ട് അതിനും തുറന്ന് അല്പസമയം എല്ലാവരും ഹല്ലേലൂയ എന്ന് ഉറക്കെ പറഞ്ഞ്, ഓ കൊയറിന്റെ ശബ്ദങ്ങൾ കേൾക്കുന്നില്ല, കൊയറെല്ലാം ഒന്നിച്ചു വിളിച്ച് ആർത്ത് വിളിച്ച് ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. കർത്താവേ, ഞങ്ങൾ തിരുസന്നിധിയിൽ അടുത്തു വരികയാണ്. അങ്ങോട്ട് അടുത്തു വന്നാൽ അങ്ങും അടുത്തു വരുന്ന ദൈവമാണ്. അങ്ങേ വിട്ടുപോയ അങ്ങ് ഞങ്ങളെ വിട്ടുപോകുന്ന ദൈവമാണ് ഞങ്ങൾ അറിയുന്നു. ഇന്ന് പകലും അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ പറഞ്ഞാട്ടെ. ചേർന്ന് പാടി, എന്റെ നിക്ഷേപം നീ തന്നെ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെ. ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കുക.
കരങ്ങളൊന്ന് ചേർന്ന് പാടി. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം എന്റെ ഹൃദയവും യേശുവേ, എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ, എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ, എൻ ഹൃദയത്തിനുടയോനേ, ഹൃദയത്തെ കവർന്നോനേ. യേശുവേ, എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെ ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെ ചേർത്തിടുവാൻ. അത്ഭുതം തുടയ്ക്കും യേശുനാഥനെ. മാറാനാഥാ, മാറാനാഥാ. അത്ഭുതം തുടയ്ക്കും യേശുനാഥനെ. മാറാനാഥാ, മാറാനാഥാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ, എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ, എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. കൺകള കാണുവേ, കൺകള കാണുവേ, വലിയ രക്ഷകനേ. കൺകള കാണുവേ, കൺകള കാണുവേ, വലിയ രക്ഷകനേ. സുന്ദരരൂപനേ, അമിതനാഥനേ. കൈയടിച്ചു പാടി ശക്തിപ്പെട്ടാവില്ലേ. സുന്ദരരൂപനേ, അമിതനാഥനേ. മാറാനാഥാ, മാറാനാഥാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ, എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ, എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. ആയിരം വാക്കുകൾ യേശുവേ, ആയിരം വാക്കുകൾ മിണ്ടിയ പോലെ യേശുവേ. ദിനതോറും വേണമേ, വരവോളം വേണമേ. മാറാനാഥാ, മാറാനാഥാ. ദിനതോറും വേണമേ, വരവോളം വേണമേ. മാറാനാഥാ, മാറാനാഥാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ, എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ, എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെ ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെ ചേർത്തിടുവാൻ. അത്ഭുതം തുടയ്ക്കും യേശുനാഥനെ. മാറാനാഥാ, മാറാനാഥാ. അത്ഭുതം തുടയ്ക്കും യേശുനാഥനെ. മാറാനാഥാ, മാറാനാഥാ. എന്റെ നിക്ഷേപം നീ തന്നെയാ,
കൈയടിക്കുമ്പോൾ തന്നെ അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച് Jesus, your presence. Thank you, Lord, your presence. Thank you, Lord. Rababababase. Thank you, Lord. Thank you, Jesus. Thank you, Lord. Thank you, Jesus. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി സന്തോഷത്തോട് ആർത്തു വിളിച്ചൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സാന്നിധ്യം മറന്നു പോകരുത്. നമ്മ ഒരു കെട്ടിടത്തിനകത്തിരിക്കുന്നെങ്കിലും ദൈവഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഇവിടെ ഇരിക്കുമ്പോൾ അന്യായ ചിന്തകൾ ഉണ്ടാകരുത്. ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മെ മേയണം. ദൈവത്തിൻ്റെ മന്ദിരമായ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. അവൻ ആരാധനയ്ക്കും സ്തുതിക്കും യോഗ്യനാണ്. നമ്മെ സൃഷ്ടിച്ചത് നമ്മുടെ ശരീരം കൊണ്ട് അവനെ ആരാധിക്കാനാണ്. അവൻ്റെ വഴികളിൽ നടക്കാൻ വേണ്ടിയാണ്. അവൻ്റെ പ്രമാണമനുസരിക്കാൻ വേണ്ടിയാണ്. ഇന്ന് പകലും വെളിപ്പെട്ട കൃപയ്ക്കായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നാം ആയിരിക്കുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷയെ വഹിച്ചുകൊണ്ട് വിനോദ് ബ്രദർ ചുരുക്കവാക്കിൽ ശബ്ദം ഉയർത്തി പ്രാർത്ഥനയും നമ്മെ സഹായിക്കും. സ്തോത്ര ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരുണാസമ്പന്ന നീതിമാനുമായ സ്വർഗ്ഗീയ പിതാവേ, പിതാവേ ക്രിസ്തു പൽക്കാലം കർത്താവിന്റെ കുഞ്ഞുങ്ങളാ നടികൾ കർത്താവ് എല്ലാവരും പ്രദർശനത്തിലായിരിക്കാൻ കടന്നു വരാൻ തക്കവണ്ണം കർത്താവെ നിങ്ങൾ സഹായിച്ച മന്ത്രിയെ ഓർത്ത് കർത്താവെ സ്തുതിക്കുന്ന അതിനെ സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ. പോയ ആഴ്ചകാലം കർത്താവെ ദൈവത്തിന്റെ അടികളെ കർത്താവെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ചിരുന്ന ഹല്ലേലൂയ. ശത്രു കാണാതെ വണ്ണം ദുഷ്ടം തൊടാതെ വണ്ണം കാത്തു പരിപാലിച്ചു ഹല്ലേലൂയ. കർത്താവ് അടികളെ എത്രത്തോളം കാത്തു പരിപാലിച്ചു മന്ത്രിയെ ഓർത്ത് സ്തുതിക്കുന്ന അതിനെ സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. അടികളുടെ ആരാധനയെ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്ന കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന അതിനെ ഹല്ലേലൂയ. അതിന്റെ സാന്നിധ്യത്തോട് കൂടി ഇരിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്ന അതിനെ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ ദേവദാസനെ കർത്താവ് കുടുംബാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന അതിനെ ഹല്ലേലൂയ ഹല്ലേലൂയ. അടികൾക്ക് ആവശ്യമായ തുകയുള്ളതുകൊണ്ട് തിരുവാൻ തക്കവണ്ണം ദാസന്റെ മക്കളോട് ഏൽപ്പിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്ന അതിനെ ഹല്ലേലൂയ. സഭയാ കുടുംബങ്ങളെ എല്ലാം ഓർക്കുന്ന പ്രാർത്ഥന താരത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന അതിനെ ഹല്ലേലൂയ. ഇത്രത്തോളം നിന്റെ മുൻപോട് കൂടെ എന്ന നാഥനെ ഇനിമേൽ നിന്റെ സാന്നിധ്യത്തോട് കൂടെ ഇരിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്ന അത് ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന താരത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന അതിനെ ഹല്ലേലൂയ. ആദ്യ അവസാനത്തോളം കൃപാസാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഒന്നിച്ചൊരാമയും പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവരെല്ലാം എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ പാടി ആരാധിക്കുക. ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ, സ്തുതിക്ക് യോഗ്യനായ കർത്താവിനെ നമുക്ക് ചേർത്ത് പാടാം. ആരാധന ആരാധനേ 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 ആരാധനേ. കരങ്ങളടിച്ച് ചേർന്ന് പാടി.
അധികമായി ആരാധിപ്പേ ഇന്നു ആർവമായി അൻപു കൂറുവേ ഇന്നും അധികമായി ആരാധിപ്പേ ഇന്നു ആർവമായി മുഴുവുള്ളത്തോട് ആരാധിപ്പേ മുഴുബലത്തോട് അൻപു കൂറുവേ ആരാധനെ 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 അൻപു കൂറുവേ ഇന്നും അധികമായി ആരാധിപ്പേ ഇന്നും അൻപു കൂറുവേ ഇന്നും അധികമായി ആരാധിപ്പേ ഇന്നും മുഴുവുള്ളത്തോട് ആരാധിപ്പേ മുഴുബലത്തോട് അൻപു കൂറേ ആരാധന ആരാധനേ ആരാധന ആരാധനേ ആരാധന ആരാധനേ ആരാധന ഒന്നും കൂടെ കൈവീശ ആരാധനേ 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 അല്ലായിരുന്നു ചേർത്ത് പാടി ആരാധന ആരാധനേ 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 ഒരിക്കൽ കൂടെ ആരാധനേ 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 സ്തുതിക്കും സ്തോത്രത്തിനും തേജസ്സിനും ബഹുമാനത്തിനും യോഗ്യനായ കർത്താവിനെ രണ്ട് കൈകളും ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഉന്നതനും ഉയർന്നവനും ശാശ്വതവാസിയുമാണ് ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ കരങ്ങളൊന്ന് കൊടുത്താട്ട് രണ്ട് കൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് ഇത് പകൽ അവന്റെ തേജസ് നമ്മുടെ നടുവിലുള്ളത് കൊണ്ട് മഹോന്നതനായ കർത്താവ്, മഹത്വപൂർണനായ കർത്താവ് നിന്റെ തൊട്ടടുത്ത മുന്നിൽ പൊട്ടെന്ന് ഉറപ്പുള്ളതാണ്. ആ കൈകളൊന്ന് ഉയർത്തി പിടിച്ചു. കുഞ്ഞുങ്ങളെല്ലാം കൈകൾ ഉയർത്തി. ആര് വരുന്നു ആര് പോകുന്നു അത് നമ്മുടെ പ്രശ്നമല്ല, അത് ദൈവം നോക്കട്ടെ. പരിശുദ്ധ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ആഗ്രഹിക്കുന്നവർ മാത്രം കർത്താവുമായി ഒന്ന് കണക്ട് ആയിക്കേ. ഏകാഗ്രത ഇല്ലാതെ ആരെങ്കിലും നിൽക്കുന്നെങ്കിൽ കർത്താവുമായി ഒന്ന് കണക്ട് ആയിക്കേ. ഹൃദയമെല്ലാം ഒന്ന് ശുദ്ധീകരിച്ചേ. ശരീരമെല്ലാം ദൈവത്തിന്റെ സുഗ്രാഹ്യമായി വെച്ചു കൊടുത്തേ. അറിഞ്ഞോ അറിയാതെ സംഭവിച്ച തെറ്റുകളെല്ലാം യേശു അപ്പായോട് ഏറ്റു പറഞ്ഞിട്ട് എന്നിട്ട് മെല്ലെ കൈകൾ സഹോദരന്മാർ എത്രത്തോളം കരങ്ങൾ ഉയർത്താൻ പറ്റുമോ അത്രത്തോളം കരങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് സഹോദരിമാർ കരങ്ങളെ തുറന്നു പിടിക്കുക, ഉയർത്തിയെ പിടിച്ചുകൊണ്ട് ആഴത്തിലെന്നോട് ഇടപെടണേ, ആത്മാവിലെന്നോ ആഴത്തിൽ ആത്മാവിലെന്നോട് ഇടപെടണേ, ആഴത്തിലെന്നോട് ഇടപെടണേ, ആത്മാവിലെന്നോട് ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോ ഇടപെടണേ, ആത്മാവിലെന്നോ ഇടപെടണേ. ആഗ്രഹിക്കുന്നവരൊന്ന് പറഞ്ഞേ, ആഴത്തിലെന്നോ ആത്മാവിലെന്നോട് ഇടപെടണേ. അക്കാര്യം ഒന്ന് വീശി. ആഴത്തിലെന്നോട് ഇടപെടണേ,
ചേർന്ന് ആഴും ആത്മാവിൽ ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ. ഓ നിന്റെ സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റുന്ന ദൈവം, നിന്റെ ദുഃഖങ്ങളെ ഉല്ലാസമാക്കി മാറ്റുന്ന ദൈവം. ഹൃദയത്തെ തൊട്ടെന്ന് പറയാമോ? ആത്മാ ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശ്രേഷ്ഠമാ, മനക്കീബോർഡ് ഓഫ് ചെയ്തിട്ട് ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്നുകൂടെ പറഞ്ഞേ. ഹൃദയത്തിൽ തട്ടി ആരിലും ശ്രേഷ്ഠമാ, ആരിലും ആരിലും ആളും കർത്താവ് ഇന്ന് പകൽ ഞങ്ങളുടെ നടുവിൽ അങ്ങ് ഉള്ളത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ആഴത്തിൽ ഇടപെടണമേ, ഞങ്ങളുടെ ആത്മാവിനെ സ്പർശിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. 112 സങ്കീർത്തനം ബൈബിൾ കൊണ്ടുവന്നവരെല്ലാം ബൈബിൾ തുറക്കുക. 112 സങ്കീർത്തനം വാക്യ പ്രതിവാക്യമായി ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് ആരാധിക്കുക. വായിക്കുമ്പോൾ ഉറക്കെ വായിക്കുക, ശബ്ദവൃത്തി വായിക്കുക. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും, വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും. ദുർവർത്തമാനം നിമിത്തം ഭയപ്പെടുകയില്ല, അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവന്റെ കൊമ്പ് ബഹുമാനത്തോട് ഉയർന്നിരിക്കും. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാകിയാലൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽ നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നതുകൊണ്ട് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ കർത്താവ് ഇന്ന് പകൽ നമ്മെ സ്പർശിച്ചത് കൊണ്ട് സ്തോത്രം ചെയ്താട്ടെ. തകർത്തിടി മുഴക്കം പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്, ഇരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്, പുരുഷാരത്തിന്റെ ഘോഷം പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്, വൈണികമാർ വീണ വീട്ടുന്നത് പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്. ഈ സമാഹോളിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ശബ്ദം ഉയർത്തി സന്തോഷത്തോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇവിടെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കേണ്ടതിന് വായടച്ച് ദൈവസന്നിധി നിശബ്ദമായി ദൈവത്തെ കാത്തു നിൽക്കുക. നീ നിൽക്കുന്നത് ഒരു യുദ്ധക്കളത്തിലാണ്. പോരാട്ടങ്ങൾ നിനക്കെതിരെ ഉണ്ട്, വെല്ലുവിളികൾ നിനക്കെതിരെ ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ജനത്തെ സഹായിക്കുന്ന ദൈവമാണ്.
എന്നെ വിട്ടു നീ അകന്നു നിൽക്കരുത്. നിന്നിൽ പകർന്നിരിക്കുന്ന കൃപകൾ മറ്റാർക്കും ലഭിക്കാത്ത വിധത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. എന്നെ വിട്ടു പോകാൻ ശപിക്കപ്പെട്ടവൻ എന്ന് എന്റെ വചനത്തിൽ വായിക്കുന്നത് പോലെ എന്നോട് ചേർന്ന് നടക്കുന്നവരെ ഞാൻ ലക്ഷ്യത്തിലെത്തിക്കുന്ന ദൈവമാണ്. ഓളങ്ങളും തിരമാലകളും നിന്നെ മുക്കുവാൻ കടന്നു വരും, പക്ഷെ അവയ്ക്കൊന്നും നിന്നെ തകർക്കാൻ കഴിയുകയില്ല. ഒരു പുതിയ പദ്ധതിയുമായി ഞാൻ നിന്നെ അയക്കാൻ പോവുകയാണ്. എന്റെ ജനത്തിന്റെ മുറിവുകൾ ഞാൻ വെച്ചുകെട്ടുന്ന ദൈവമാണ്. എന്റെ ജനത്തിന്റെ ഹൃദയത്തെ ഞാൻ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ജീവിതയാത്രയിൽ ഓടി തളർന്നിരിക്കുന്നവരെ ഞാൻ അരകെട്ടി ഓടിക്കുന്ന ദൈവമാണ്. ആ കൈ ഒന്ന് അടിച്ചൽപ്പസമയം ദൈവത്തിനൊന്ന് സ്തോത്രം കൊടുത്താട്ടെ. രണ്ട് കൈ അടിക്കുമ്പോൾ ചേർത്ത് ശബ്ദം ഉയർത്തി നമ്മை കുഞ്ഞുങ്ങൾ പ്രായമുള്ളവ യൗവനക ചെറുപ്പക പ്രായമുള്ളവർ എല്ലാവരുടെ ചേർന്ന് ആ കൈയൊന്ന് അടിച്ച് അല്പസമയം ഉച്ചത്തിൽ ചേർന്ന് ആ സമയത്ത് തന്നെ അന്യഭാഷയിലൊന്ന് സംസാരിക്കാതെ. Thank you, Holy Spirit. Thank you, Jesus, your presence. Thank you, Lord. അപ്പാ, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്തവനെ ഞങ്ങളുടെ നടുവിൽ അങ്ങ് വന്നതുകൊണ്ട് സ്തോത്രം. നീ നടക്കുന്ന ശബ്ദം ഞങ്ങൾ കേൾക്കുന്നു. ഞങ്ങളെ തൊടണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ ബലഹീനരുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ അശക്തരുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ തളർന്നിരിക്കുന്നവരുണ്ട്. ഇന്ന് കനൽ വെച്ചുട്ട അടയും തുരുത്തിയിലെ വെള്ളം കൊടുത്തവരെ പോഷിപ്പിക്കുമാറാകണമേ. അന്ധകാര മണ്ഡലങ്ങളെ തകർക്കണമേ. ഇരുട്ടിന്റെ കോട്ടകളെ തകർക്കണമേ. അന്യ അഗ്നികളെ ബന്ധിക്കണമേ. ശത്രുവിന്റെ ആയുധപ്പുരയ്ക്ക് തീ വയ്ക്കുന്ന ഒരു അഭിഷേകം ജനത്തിന്റെ മേൽ പകരണമേ. താഴ്വരയിലെ അസ്ഥിയെ നോക്കി പ്രവാചകൻ പ്രവചിച്ചപ്പോൾ സൈന്യമായി എഴുന്നേറ്റതുപോലെ ഈ 2025 ഈ നവംബർ മാസത്തെ ഒടുവിലത്തെ ഞായറാഴ്ച ഞങ്ങൾ ചിലതിനെ നോക്കി പ്രവചിക്കുക. അസ്ഥികൾ എഴുന്നേൽക്കട്ടെ, തൊക്കും മാംസം പിടിപ്പിക്കട്ടെ, കാറ്റ് ഊതട്ടെ, ഒരു സൈന്യമായി എഴുന്നേൽക്കട്ടെ. ചിലരകത്താവ് തൊടുന്നു. ഭാരങ്ങൾ ഓടിപ്പോകുന്നു, വേദനകൾ ഓടിപ്പോകുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥനയോടെ എല്ലാവർക്കും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുക. താങ്ക് യു ജീസസ്. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിപ്പാൻ ദൈവം കൂട്ടിവരുത്തിയ ദൈവജനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുക. നമ്മുടെ ദൈവം നല്ലവനാ, നമ്മുടെ ദൈവം വിശ്വസ്തനാ. ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നെന്ന് കരുതി നീ ഭാരപ്പെടരുത്. മറ്റൊരിടത്ത് നിനക്കൊരു അനുഗ്രഹം ഉണ്ടാവും. ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ച്. ഒരു നഷ്ടം നിനക്ക് സംഭവിച്ചെങ്കിൽ ഒരു ലാഭം അതിനകത്തൂടെ കർത്താവ് തരാൻ പോവുകയാണ്. ദൈവത്തിനു വേണ്ടി നിന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും ഉയർച്ചകളും മാത്രമല്ല, കഷ്ടങ്ങളും നഷ്ടങ്ങളും സംഭവിക്കും. നിനക്ക് താങ്ങാവുന്നത് കൊണ്ടാണ് ആ കഷ്ടം ദൈവം നിനക്ക് തന്നത്. ഇല്ലെങ്കിൽ നീ എന്നെ വിട്ടുപോയനെ, എനിക്കെതിരെ നീ സംസാരിച്ചേനെ, എനിക്കെതിരെ നീ പിറുപിറുത്തേനെ. പ്രാർത്ഥിച്ചിട്ടും കരഞ്ഞിട്ടും നിലവിളിച്ചിട്ടും ഉപവസിച്ചിട്ടും എന്റെ കുടുംബത്തിൽ എന്തുകൊണ്ട് ഇത് വരുന്നു എന്ന് പറഞ്ഞ് നീ ദൈവത്തെ വിട്ടുപോയേനെ. നിനക്ക് താങ്ങാവുന്നത് ദൈവം നിനക്ക് തന്നിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു ആമീൻ എന്ന് ഉറക്കെ പറഞ്ഞാട്ട് ഈ മാസത്തിന്റെ ഒടുവിലത്തെ ഞായറാഴ്ച ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ 2025 എന്നേക്കുമായി നമ്മിൽ നിന്ന് മാറുകയാണ്. ഒരു പുതിയ വർഷത്തിന് വേണ്ടി നാം പ്രതീക്ഷിച്ച് കാത്തിരിക്കുക. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസല്ലായിരിക്കുക. നമ്മെ അറിയുന്ന ഒരു ദൈവം, നമ്മെ കേൾക്കുന്ന ഒരു ദൈവം നമ്മുടെ കർത്താവാണ്. യൂത്ത് സർവീസിൽ കേട്ടതുപോലെ ഒരു സീസൺ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോവുക. ഉറക്കെ ഒരു ആമീൻ പറഞ്ഞാട്ടെ. കുറച്ചുകൂടെ ശബ്ദത്തിലൊന്ന് പറഞ്ഞാട്ടെ. എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരോട് ചേർന്നൊരു ആമീൻ പറഞ്ഞാട്ടെ.
ഒരു സീസൺ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോവുക. ഒരു സീസൺ നിനക്ക് വേണ്ടി തുറന്നാൽ അത് ഭയങ്കരമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കൃപയ്ക്കും ദൈവത്തിന്റെ കരുണയ്ക്കും വേണ്ടി നീ യാചിക്കണം. ഇന്ന് ഒരു ചെറിയ സന്ദേശം പറഞ്ഞ് അനുഗ്രഹീത കർത്തദാസ് നമ്മോടൊപ്പം ഉണ്ട്. കർത്താവദാസൻ പാസ്റ്റർ മോൻസി ചാക്കോ, ബിഷപ്പ് ഡോക്ടർ KP യോഹന്നാന്റെ കർത്തൂസനിൽ വിശ്രമിക്കുന്ന ദൈവദാസന്റെ ജ്യേഷ്ഠന്റെ മകനാണ്. നിരണം സ്വദേശിയാണ്. യാദൃശ്ചിയെ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി. നിരണത്ത് ഒരു 21 days ഫാസ്റ്റിംഗ് നടക്കുമ്പോൾ ഒരു പ്രസംഗത്തിന് വേണ്ടി ഞാൻ പോയതാണ്. അദ്ദേഹവും വൈഫും കുഞ്ഞും കൂടെ, കുഞ്ഞുണ്ടെന്ന് തോന്നുന്നു അല്ലേ, മോളും ഉണ്ട്, പ്രാർത്ഥിക്കാൻ സ്റ്റേജിൽ വന്നു. ദൈവം അവരെ തൊട്ടു. അഭിഷേകത്തിൽ അവർ പെട്ടെന്ന് താഴെ വീണു. പാസ്റ്റർ മീറ്റിംഗ് ഒക്കെ പോകുമ്പോൾ എന്നെ കൂടെ വിളിക്കുക, ഞാൻ വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞു. തമിഴ്നാട്ടിലൊക്കെ മീറ്റിങ്ങിന് പോകുമ്പോൾ മോൻസി ബ്രദർ വരും. കംഫർട്ടായി, നല്ല ഡ്രൈവറും കൂടാണ് അദ്ദേഹം, നല്ല ഡ്രൈവറും കൂടെയാണ്. സുഖമായിട്ട് രാത്രി ഞാൻ ഉറങ്ങിയാൽ അദ്ദേഹം ഉറങ്ങാതെ വണ്ടി ഓടിച്ച് വീട്ടിൽ കൊണ്ടു. അങ്ങനെ ഞങ്ങൾ മീറ്റിങ്ങിനൊക്കെ പോകാൻ തുടങ്ങി. ഒരു 4 ദിവസത്തെ ക്രൂസൈഡ് എനിക്ക് ഭോപ്പാലിൽ കിട്ടിയപ്പോൾ ദൈവദാസൻ പറഞ്ഞു, ഞാനിവിടെ വരാൻ പറഞ്ഞു. ടിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞു. പെട്ടെന്ന് ടിക്കറ്റ് എടുത്തു. അങ്ങനെ ഭോപ്പാലിലെത്തി. 4 ദിവസത്തെ ക്രൂസൈഡ് വലിയ അനുഗ്രഹമായിരുന്നു. വലിയൊരു കൂട്ടം ജനങ്ങൾ കടന്നു വന്നു. ഒത്തിരി പേര് വിടുതൽ അനുഭവിച്ചു. എടുത്തു പറയത്തക്കവണ്ണം പല സംഭവങ്ങളും ഉണ്ടായി. പ്രാർത്ഥന കഴിഞ്ഞു പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഇവിടെ തങ്ങുക. എന്തോ ദൈവം എന്നോട് പറയുന്നത് ഇവിടെ ഒരു വലിയ വേലയുണ്ടെന്ന്. അന്ന് പ്രാർത്ഥിച്ച് അവിടെ ആക്കിയിട്ട് വന്നതാ. ആ പട്ടണത്തിൽ ദൈവം തന്നെ കുടുംബത്തെ ഉപയോഗിച്ചു. അവിടെ ഒരു ചർച്ച അവർക്കുണ്ട്. ഇപ്പൊ ഭയങ്കര പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഇതുപോലുള്ള സർവീസ് അവിടെ നടത്താൻ കഴിയുന്നില്ല. ഓൺലൈനിലൂടെ സർവീസ് നടക്കുക. അവിടെ ഒരു കുറച്ച് കുഞ്ഞുങ്ങളെ എടുത്ത് അവർ പഠിപ്പിക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അതൊക്കെ അദ്ദേഹം പറയും. ചിലരെ കണ്ടുമുട്ടുന്നത് ചിലർക്ക് ഡൈവേഷൻ ആക്കി ദൈവം മാറ്റും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരെ മാത്രം നോക്കി പറയുകയാണ്, നിനക്കൊരു ടേണിംഗ് പോയിന്റിൽ നിന്നെ ദൈവം നിർത്തിയിരിക്കുക. ഓ, ഉറപ്പ് തരാം, ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയണമെന്നറിയാതെ നീ വേദനിക്കുമ്പോൾ നിന്റെ പുറകിൽ ഒരു ശബ്ദം നിന്നെ കേൾപ്പിക്കും. കഴിഞ്ഞ ദിവസമൊക്കെ നീ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മറുപടി ദൈവം നിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ പോവുകയാണ്. ഒരു ജംഗ്ഷനിൽ വന്നു നിൽക്കുന്ന ചിലരെ കർത്താവിനെ കാണിക്കുന്നു. റൈറ്റിലോട്ട് തിരിയണോ, ലെഫ്റ്റിലോട്ട് തിരിയണോ, നേരെ പോകണോ, ഭയപ്പെടേണ്ട. ഒരു ഉത്തരം ദൈവം നിനക്ക് തരാൻ പോവുക. ആ കൈയടിച്ചൊന്ന് ദൈവത്തിന് സ്തോത്രം കൊടുത്താട്ടെ. പെട്ടെന്ന് ചിലർക്ക് മറുപടി കിട്ടാൻ പോവുക, ചിലർക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ പോവുക. ആ സങ്കീർത്തനത്തിന്റെ ആദ്യം അത് കഴിഞ്ഞ് കർത്തദാസ ശുശ്രൂഷിക്കും. ഇന്ന് ഒത്തിരി ആളുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലൈവിൽ കയറിയിട്ടുണ്ട്. സിംഗപ്പൂരിൽ നിന്നൊക്കെ ആൾ കയറിയിട്ടുണ്ട്, ന്യൂസിലൻഡിൽ നിന്നൊക്കെ ആൾ കയറിയിട്ടുണ്ട്. നിങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സർവീസിൽ ഒരുപാട് ആളുകൾ കയറി അവർ നമ്മോടൊപ്പം ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. സ്തോത്രം ചെയ്യുക. 112 സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം. ഈ വാക്യം വായിച്ചു കഴിയുമ്പോൾ ഒന്നിച്ചാമ്യം പറയണം. ഒന്നുകൂടെ വായിച്ചു സിസ്റ്റർ. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിൽ ഉണ്ടാകും. രാമ്യം പറഞ്ഞേ. ഓ, കുറച്ചുകൂടെ വെട്ടിപൊട്ടുന്ന ഒരു രാമ്യം പറഞ്ഞേ. ഈ വചനം വല്ലവർക്കും വേണ്ടി എഴുതി വെച്ചതല്ല, നിനക്ക് വേണ്ടി എഴുതി വെച്ചതാ. നിന്റെ വീടിനകത്ത് ഐശ്വര്യവും സമ്പത്തും വന്നു കയറാൻ പോകുക. ഓ, ചേർന്ന് രാമ്യം പറഞ്ഞാട്ടെ. ഐശ്വര്യം ആഗ്രഹിക്കുന്നവർ സമ്പത്ത്. ആ മൊബൈലൊക്കെ പ്ലീസ്, അതിലെ മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെച്ച്, മൊബൈലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, മൊബൈലൊക്കെ മാറ്റി വെച്ച്. ഐശ്വര്യം സമ്പത്തിനകത്തിരിക്കുമ്പോൾ നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യരുത്. ലൈവൊക്കെ വിടുന്നവരൊക്കെ നോക്കുന്നവർ ചെയ്യട്ടെ, ബാക്കി എല്ലാവരും ശ്രദ്ധയിടുന്നതാണ്. ഐശ്വര്യം നിന്റെ വീട്ടിലുണ്ടാവും, സമ്പത്ത് നിന്റെ വീട്ടിലുണ്ടാവും. ഉറക്കെ രാമ്യം പറഞ്ഞാട്ടെ. ആരുടെ വീട്ടിൽ? 1-ാം വാക്യം വേഗത്തിൽ വായിച്ചു. 1-ാം വാക്യത്തിലുണ്ട് ആരുടെ വീട്ടിലാണ് ഐശ്വര്യം ഉണ്ടാകുന്നത്, ആരുടെ വീട്ടിലാണ് സമ്പത്ത് ഉണ്ടാകുന്നത്. വായിച്ച് 1-ാം വാക്യം. 1. യഹോവേ, ഇന്ന് പകൽ ഇവിടെ വന്ന നിമിഷം മുതൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോടുള്ള പ്രവചന ദൂതാണ്, നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകാൻ പോവുക. ഓഹോ, ചിലർക്ക് കാര്യം മനസ്സിലായി. ഐശ്വര്യം നിന്റെ വീട്ടിലുണ്ടാകും, സമ്പത്ത് നിന്റെ വീട്ടിലുണ്ടാകും. ആരുടെ വീട്ടിൽ? അബ്രഹാം ദൈവത്തെ ആരാധിച്ചപ്പോൾ അവന്റെ വീടിനകത്ത് സമ്പത്ത് വന്നതുപോലെ ഇന്ന് മകൻ സമ്പത്തും ഐശ്വര്യവും നിന്റെ വീട്ടിലുണ്ടാകും. ദൈവത്തെ സ്തുതിക്കണം. നമ്മുടെ സഭായോഗത്തിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് സ്റ്റേജിൽ വന്ന് കുറച്ച് പെർഫോം ചെയ്യുന്നുള്ളതല്ല, ഓരോ റോൾ ഏൽപ്പിക്കുമ്പോൾ അത് ചെയ്യുന്നുള്ളതല്ല. നമ്മുടെ ലക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുള്ളതാണ്.
ഇതിനകത്തിരിക്കുന്നത് മുതൽ പോകുന്നത് വരെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. അതരത്തിൽ സ്തുതിയുള്ളവനെ ദൈവം ഓർക്കാതിരിക്കത്തില്ല. ഹൃദയത്തിൽ നന്ദിയുള്ളവനെ ദൈവം ഓർക്കാതിരിക്കത്തില്ല. 10 കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയില്ലേ? 9 പേർ എവിടെ എന്ന് ചോദിക്കുമ്പോൾ നന്ദിയുള്ളവനെ ഓർക്കുന്നൊരു ദൈവം നമ്മുടെ ദൈവമാണ്. ഒന്ന് പെട്ടെന്ന് ഞാൻ പറയാം. ഒന്ന്, സ്തുതിക്കണം. അടുത്തിരിക്കുന്ന ആൾ മിണ്ടാതിരുന്നാലും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? സ്തുതിക്കണം. സ്തുതി പ്രശ്നങ്ങളെ ലഘുവാക്കും. സ്തുതി ദൈവമായി ഒരു ബന്ധമുണ്ടാക്കും. മൊബൈൽ എടുത്ത് വിളിക്കുമ്പോൾ റേഞ്ചിന് അപ്പുറത്തൊന്ന് ചില ആളുകൾ പറയുന്നത് പോലെ ടവറിന്റെ കീഴെ ഇരുന്നാലും റേഞ്ചിന് അപ്പുറത്ത് നിൽക്കരുത്. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പരിധിക്കകത്ത് നിന്നോളാം. ആ സാന്നിധ്യത്തിന്റെ പരിധി വിട്ട് നീ പോകരുത്. അസ്വസ്ഥ മനസ്സുമായി ഇതിനകത്തിരിക്കരുത്. നിനക്ക് ഇരിക്കാൻ വീടുണ്ടല്ലോ, അവിടെ പോയിരിക്കാം. ഇവിടെ ഇരിക്കുമ്പോ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കണം. സ്തുതിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. 3 രാജ്യം യഹോശാഫാത്തിനെ തകർക്കാൻ വരിക. അവൻ അറിയാതെ അവനെ തകർക്കാൻ കടന്നു വരുമ്പോൾ യഹോശാഫാത്ത് വിവരമറിഞ്ഞു. 3 രാജ്യം ആക്രമിക്കാൻ വരുമ്പോൾ കുറഞ്ഞതൊരു 4 രാജ്യത്തെ വിളിക്കണം. യഹോശാഫാത്ത് തീരുമാനിച്ചു, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ശ്രദ്ധിക്കണം, യുദ്ധം തുടങ്ങി വെച്ചത് ശത്രുവാണെങ്കിൽ ദൈവം നിമിത്തം അത് നിർത്തം ചെയ്യാൻ പോവുക. ഏതെങ്കിലും കുടുംബത്തിനെതിരെ യുദ്ധമുണ്ടാകുന്നെങ്കിൽ, ആത്മീകമായി മുന്നോട്ട് പോകാൻ കഴിയാതെ നീ യുദ്ധക്കളത്തിൽ നിൽക്കുന്നെങ്കിൽ, യുദ്ധം തുടങ്ങിയത് പിശാചാണെങ്കിൽ ജയം തരുന്നത് ദൈവമാണ്. അവന് രാജവസ്ത്രം മാറ്റിവെച്ചു. നമ്മുടെ പ്രൗഢിയുടെ, നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് മാറ്റിവെച്ച് ദൈവത്തെ ആരാധിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ MBBSകാരൊന്നും ഇല്ല, നഴ്സുമാരുണ്ട്, എഞ്ചിനീയർമാരൊക്കെ ഉണ്ടാകാം. നിങ്ങൾ ഏത് പൊസിഷനിൽ നിൽക്കുന്നോ അതിലിരിക്കുന്നവരിക്കരുത്. ദൈവസേന വരുമ്പോൾ താഴ്മ ഉണ്ടാകണം. താഴ്മയുള്ള മനസ്സുണ്ടാകണം. ആ മനസ്സിനാണ് ദൈവം പ്രസാദിക്കുന്നത്. ഡംബിച്ച് സംസാരിക്കരുത്. അഹങ്കാരത്തോടെ ഇടപെടരുത്. താഴ്മയുള്ളിടത്താണ് ദൈവകൃപ വെളിപ്പെടുന്നത്. ഇന്ന് പകൽ ഇവിടെ വെളിപ്പെട്ട താഴ്മയ്ക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിന്റെ താഴ്മയ്ക്ക് ഒരു അനുഗ്രഹം ഉണ്ടാകാതിരിക്കത്തില്ല. സൈന്യത്തിന്റെ മുമ്പിൽ നടന്ന് വാഴ്ത്തുവാനും സ്തുതിക്കാനും തുടങ്ങി. ദൈവം യഹോശാഫാത്തിന് ജയം കൊടുത്തു. ഒന്ന്, സ്തുതിച്ചോണം. ഒരാമി പറഞ്ഞ് 1 വാക്യം വീണ്ടും വായിക്കുന്നു. യഹോവയെ സ്തുതിപ്പിൻ. 2 സ്തുതിക്കുന്നവൻ ദൈവത്തെ എന്ത് ചെയ്യും? ഉറപ്പാ. ഇവിടെ ഇരിക്കുമ്പോ വർത്താനം പറയരുത്. ഇവിടെ ഇരിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. ഇവിടെ ഇരിക്കുമ്പോ ഇവിടെ തന്നെ ഇരുന്നോണം. ഇവിടെ ഇരിക്കുമ്പോ മൊബൈൽ എടുക്കരുത്. ഇവിടെ ഇരിക്കുമ്പോ അടുത്തിരിക്കുന്ന ആളെ ഞോണ്ടരുത്. ഇതൊന്നും പറയണ്ട. ദൈവഭയം ഉള്ളവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? സ്തുതിക്കുന്നവൻ ദൈവത്തെ ഭയപ്പെടും. ശമൂവേൽ വായിക്കുന്നു, ദാവീദ് ഒരു ദിവസം ഭയപ്പെട്ടുപോയി. എന്തുകൊണ്ട്? ഉസ്സ ഛേദിക്കപ്പെടുന്ന കണ്ടു. ദാവീദിന് പെട്ടകത്തെ കണ്ടപ്പോ ഭയമങ്ങ് നഷ്ടപ്പെട്ടു പോയി. പെട്ടകം കൈവിട്ടുപോയി. നമുക്കറിയാം, പെട്ടകം ഇപ്പൊ മറ്റൊരിടത്തിരിക്കുക. അത് കൊണ്ടുവരാൻ ഒരുങ്ങുമ്പോൾ ഉസ്സയും എന്റെ സഹോദരനോട് കൂടി കാളവണ്ടിപ്പുറത്ത് വെച്ചുകൊണ്ട് തേരുതെളിച്ചു കൊണ്ടുവരുമ്പോൾ അറിയാതെ പെട്ടകം ഒന്ന് ചരിഞ്ഞു. ഇങ്ങോട്ട് നോക്കിക്കേ, ദൈവത്തെ സഹായിക്കേണ്ട, ദൈവം വീഴത്തൊന്നുമില്ല. ദൈവം വീഴുമെന്ന് കരുതി ഒന്ന് സഹായിച്ചതാ. പക്ഷെ ഉസ്സ ഛേദിക്കപ്പെട്ടു പോയി. ദൈവ സാന്നിധ്യത്തിൽ ഭയപ്പെട്ടിരുന്നോണം. ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുമ്പോൾ വിറയോടിരിക്കണം. ഉസ്സ കൈനീട്ടി പെട്ടകത്തെ പിടിച്ചു. നല്ല കാര്യമല്ലേ? തലയിൽ ചുവട് വെച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു മേളിരിക്കുന്ന കൊട്ട മറിഞ്ഞു പോകുമെന്ന് കരുതുമ്പോൾ കൈകൊണ്ട് ഒന്ന് സഹായിക്കുന്നത് നല്ലതല്ലേ? മറിഞ്ഞു വീഴാതിരിക്കാനല്ലേ? വേണ്ട, ദൈവത്തെ സഹായിക്കണ്ട. നിനക്ക് ദൈവം ഗിഫ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്ക് കൃപ തന്നിട്ടുണ്ടെങ്കിൽ, അത് നീ വ്യാപാരം ചെയ്താൽ നിന്റെ തലമുറയ്ക്ക് അനുഗ്രഹം ഉണ്ടാകും. ദൈവത്തെ സഹായിക്കണ്ട. ഉസ്സ ഛേദിക്കപ്പെട്ടു പോയി. പെടഞ്ഞു മരിക്കുന്നത് ദാവീദ് കണ്ടു. അവിടെ വായിക്കുന്നു, അന്ന് ദാവീദ് ദൈവത്തെ. അപ്പൊ ഒന്ന്, സ്തുതിക്കുന്നവൻ ദൈവത്തെ എന്ത് ചെയ്യണം? ഭയപ്പെടണം. ആ ഭയം എന്ന് പറയുന്നത് പിറച്ചിരിക്കുക എന്നുള്ളതല്ല. ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ ദൈവം വലിയവനാണെന്ന് തിരിച്ചറിഞ്ഞ് ഭയപ്പെടും. 3, അടുത്ത 1 വാക്യത്തിലുണ്ട്, അവന്റെ കൽപ്പനകളെ
നോക്കാം. അവന്റെ കൽപ്പനകൾ എന്ത് ചെയ്യണം? പഴയ നിയമത്തിലെ ആരാധന 149, 150 സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്. വീണയോടും കിന്നരത്തോടും തപ്പിനോടും നൃത്തത്തോടും കൂടി അവനെ ആരാധിക്കട്ടെ. എങ്ങനെ ദൈവത്തെ ആരാധിക്കണം? വീണയോടും കിന്നരത്തോടും തപ്പിനോടും നൃത്തത്തോടും കൂടി ദൈവത്തെ ആരാധിക്കണം. ആരാധനയുടെ ഒരു ഭാഗമാണ്. 149, 150 സങ്കീർത്തനങ്ങളുണ്ട്. യൗവനക്കാർ ദൈവത്തെ ആരാധിക്കണം, വൃദ്ധന്മാർ ദൈവത്തെ ആരാധിക്കണം, പിന്നെ ബാലന്മാർ, കുഞ്ഞുങ്ങൾ, യൂത്ത് ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണം. ബാലികമാർ ദൈവത്തെ ആരാധിക്കണം. എങ്ങനെ? തപ്പിനോടും നൃത്തത്തോടും കൂടി ദൈവത്തെ ആരാധിക്കണം. പുതിയ നിയമത്തിന്റെ ആരാധന എന്നാണെന്നറിയാമോ? 1 കൊരിന്ത്യർ ലേഖനം എടുത്ത് അതോടെ പറഞ്ഞ എന്റെ വാക്കുകൾ അവസാനിക്കും. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം മുതൽ ആ വാക്യം കൂടെ വായിച്ച് കർത്തൃദാസൻ ശുശ്രൂഷിക്കും. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. ആകയാൽ എന്ത്? നിങ്ങൾ കൂടി വരുമ്പോൾ, സഭായോഗത്തിൽ കൂടി വരുമ്പോൾ ഓരോരുത്തൻ എന്നുണ്ട്. 150 സങ്കീർത്തനത്തിന്റെ കാര്യമല്ല. പുതിയ നിയമസഭയ്ക്കകത്തേക്ക് വരുമ്പോൾ സങ്കീർത്തനം കൊണ്ടുവരണം, കീർത്തനം കൊണ്ടുവരണം. ആലയത്തിൽ ഇരുന്ന് പാടി ദൈവത്തെ ആരാധിക്കണം. ഇന്ന് ഞാൻ പറഞ്ഞപ്പോ മാത്രം സ്വോത്രം പറഞ്ഞവർ എത്ര പേരുണ്ട്? ഇല്ല, ഞാൻ പറയാതെ തന്നെ നിങ്ങൾ സ്വോത്രം പറഞ്ഞു. അപ്പൊ നിങ്ങൾ സങ്കീർത്തനം കൊണ്ടുവരണം. 150 സങ്കീർത്തനമല്ല, കീർത്തനങ്ങൾ പാടി ആരാധിക്കണം. പാട്ട് കഴിഞ്ഞാൽ ആത്മാവിൽ പാടണം, ആത്മാവിൽ സ്തുതിക്കണം. ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ സഭായോഗത്തിന് കൂടി വരുമ്പോൾ ഓരോരുത്തന്, കുറച്ച് ആളുകൾക്കല്ല, എല്ലാവരും ശ്രദ്ധിച്ച് സങ്കീർത്തനം കൊണ്ടുവരണം. അടുത്ത ആഴ്ച വരുമ്പോൾ എന്ത് കൊണ്ടുവരണം? കീർത്തനങ്ങൾ കൊണ്ടുവരണം. ദൈവം നിങ്ങളോട് സംസാരിച്ച ദൂതുകൾ പാട്ടായി നിങ്ങൾ മാറ്റണം. സങ്കീർത്തനം. 2, ഉപദേശം കൊണ്ടുവരണം. പ്രാപ്തരാക്കി ദൈവം മാറ്റി. ഇന്നലെ രാത്രി കൊച്ചു ബ്രദറാണ് ലീഡ് ചെയ്തത്. ഇന്ന് ബൗച്ചാനാന്ന് തോന്നുന്നു ലീഡ് ചെയ്തത്, അല്ലേ? ഇന്നലെ കൊച്ചു ബ്രദർ. എല്ലാവരും പ്രാപ്തരായി മാറുക. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കാൻ പഠിക്കണം. കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ സാലു ബ്രദറിന്റെ നേതൃത്വത്തിൽ അപ്പുറത്ത് വെച്ച് യൂത്തിന് പ്രാർത്ഥനയുണ്ട്. അവരവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ഇന്ന് കണ്ടു, കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവരെ പ്രാർത്ഥിപ്പിച്ചു. കൊച്ചു കുഞ്ഞുങ്ങൾ. അവർ പറയൂ, അറിയത്തില്ല, അറിയാവുന്ന പോലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, വർത്താനം പറയുന്ന പോലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർ പ്രാർത്ഥിച്ചു. ഈ സഭയിലെ മുഴുവൻ ആളുകളും പ്രാർത്ഥിക്കുന്നവരാകണം. ഞാൻ വിചാരിച്ചു ഉറക്കെ ആമീൻ പറയുമെന്ന്. സ്റ്റേജ് വിളിക്കുമ്പോൾ കയറി വന്ന് പ്രാർത്ഥിക്കണം. അയ്യോ എങ്ങനെയാണ് നീ ദൈവത്തോട് സംസാരിക്കുന്നത്? എങ്ങനെയാണ്? അതുപോലെ ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഓരോരുത്തരും എന്തുണ്ട്? ഉപദേശമുണ്ട്, ഉപദേശിക്കാൻ പ്രാപ്തരുണ്ട്. വെള്ളിയാഴ്ചയൊക്കെ അച്ചമുച്ചാനൊക്കെ നല്ല മെസ്സേജാണ് ഇവിടെ കൊടുക്കുന്നത്. കോട്ടേജ് മീറ്റിംഗ് ഒക്കെ നമുക്കിനി ഏറിയ ഒക്കെ തിരിക്കണം. ആളുകൾ കൂടി വരുന്നതനുസരിച്ച് ഏറിയ ഒക്കെ തിരിക്കണം. അവിടെയൊക്കെ നിങ്ങളായിരിക്കും കോട്ടേജ് മീറ്റിംഗ് നടത്തുന്ന ആളുകൾ. അപ്പോൾ ഒന്ന്, ഉപദേശം നിങ്ങൾക്കുണ്ടാകണം. അടുത്ത്, വെളിപ്പാട് കാണണം. ഇതിനകത്തിരുന്ന് വെളിപ്പാട് കാണണം. സഭായോഗം കഴിയുമ്പോൾ എന്നോടൊന്ന് പറയണം, പാസ്റ്ററെ ഞാനൊരു കാഴ്ച കണ്ടു, അത് വന്ന് പറയണം. ചില ആളുകൾ കണ്ടിട്ട് മിണ്ടാതിരിക്കും, നടക്കുമ്പോ പറയും ഞാനത് കണ്ടതാ, പറയാൻ പേടിച്ചതുകൊണ്ടാ പറയാൻ. വെളിപ്പാട് കാണണം. അടുത്തത്, എല്ലാവരും അഭിഷേകം പ്രാപിക്കണം. ഒരാമ്യം പറഞ്ഞേ. അഭിഷേകം പ്രാപിക്കാത്തവർ കൈ പൊക്കണ്ട. താമസിക്കാത്ത മീറ്റിങ്ങുകളൊക്കെ വെക്കുന്നുണ്ട്. നിങ്ങൾ അഭിഷേകം പ്രാപിക്കണം. അന്യഭാഷ അടയാളത്തോട് പ്രാപിക്കണം. എന്തുകൊണ്ട്? അന്യഭാഷ പറയുന്നവൻ മനുഷ്യരോടല്ല. ഇത് അറിയാവുന്നവർ എന്നിട്ട് എന്തിനാ മൗനമായിരിക്കുന്നേ? അന്യഭാഷ പറയുന്നത് ആരോടാണ്? ദൈവത്തോട്. അവർ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുക. ദൈവത്തോട് സംസാരിച്ചു മർമ്മങ്ങൾ പറയാൻ ഇഷ്ടമില്ലാത്തവരല്ല, നമ്മൾ ഇഷ്ടമുള്ളവരാ. അപ്പൊ എല്ലാവരും അഭിഷേകം പ്രാപിക്കണം. അടുത്ത് നോക്കിക്കേ, അന്യഭാഷ നിങ്ങൾ എന്ത് ചെയ്യണം? വ്യാഖ്യാനിക്കണം. 1-ാം നൂറ്റാണ്ടിൽ കൃപാവരങ്ങളുടെ ശുശ്രൂഷകൾ വെളിപ്പെട്ടിരുന്നു. ഈ ചർച്ചിലും പലർക്കുമുള്ള കൃപാവരങ്ങൾ ജ്വലിപ്പിക്കാൻ ദൈവം അവസരങ്ങൾ തരികയാണ്. ഒന്ന് ജനാമ്യം പറഞ്ഞാട്ട്. പക്ഷെ ഈ ചെയ്യുന്നതെല്ലാം എന്തിനു വേണ്ടിയാണ്? ആത്മിക വർധനവിന് വേണ്ടി. ഇതാണ് പുതിയ നിയമസഭ. ഇതില്ലെങ്കിൽ അത് പുതിയ നിയമസഭയല്ല. കണ്ണടച്ചിട്ട് വിളിവുകേട് പറയുന്നത് പുതിയ നിയമസഭയല്ല. പുതിയ നിയമസഭയ്ക്കകത്ത് ഒരു സിസ്റ്റമുണ്ട്, ഒരു ഓർഡർ ഉണ്ട്. അതനുസരിച്ചാണ് പോകുന്നത്. പക്ഷെ എഴുതി വെച്ച തക്സയല്ല. പള്ളിയിലൊക്കെ ആയിരുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, ഏറ്റവും പുറകിൽ നമ്മൾ ചെല്ലത്തുള്ളൂ, താമസിച്ച ചെല്ലത്തുള്ളൂ, ഏറ്റവും ക്രാ ക്രീ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ക്രാ ക്രീ എന്തുവാ? ക്രീ ക്രീ ക്രിസ്തീയ. ആദ്യമൊക്കെ പള്ളി ചെന്നപ്പോ പള്ളി പോകാറില്ലായിരുന്നു. പോകുമ്പോ തന്നെ ഞാൻ ഒത്തിരി സമയം ചിന്തിച്ചു, എന്തോ എഴുതി കാ ക്രീ, ഗീതം എന്നൊക്കെ എഴുതി വെക്കും, സങ്കീർത്തനം എന്നൊക്കെ എഴുതി വെക്കും. പിന്നെ ക്രിസ്തീയ കീർത്തനം എന്നാണ്. ക്രിസ്തീയ കീർത്തനമാണ് ഷോർട്ട് ഫോം എഴുതിയിരിക്കുക. അപ്പൊ അവിടെ എഴുതി വെച്ച തക്സയുണ്ട്.
പുതിയ നിയമസഭയ്ക്ക് എഴുതി വെച്ചൊരു ടാക്സ്, ഒരു മോഡലില്ല. ആത്മാവ് തരും, ആത്മാവ് സംസാരിക്കും. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ട് പാടാൻ നിയോഗമെങ്കിൽ പാട്ട് പാടും. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഗശാന്തി ശുശ്രൂഷ ചെയ്യണം, ദൈവം പറഞ്ഞ രോഗശാന്തി ശുശ്രൂഷ ചെയ്യും. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ നിയോഗം കിട്ടുന്നോ അതിവിടെ നടക്കും. ചേർന്ന് കൈയടിച്ചൊന്ന് ദൈവത്തിന് സ്തോത്രം കൊടുത്താട്ടെ. നിയമത്തിലെ ആരാധനയേക്കാൾ വ്യത്യസ്തമാണ് പുതിയ നിയമത്തിന്റെ ആരാധന. ഓരോരുത്തരുടെ സങ്കീർത്തനമുണ്ട്, ഓരോരുത്തരുടെ ഉപദേശമുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. ഇതെല്ലാം ആത്മീയ വർധനവിനായിരിക്കണം. ഞാൻ വാക്കുകളെ അവസാനം. ഇന്ന് പുതിയ ചില ആളുകൾക്ക് വന്നിട്ടുണ്ട്. അവര് സഭായോഗത്തിലേക്ക് കരങ്ങളെ അടിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം. കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് കർത്തദാസ പാസ്റ്റർ മോൻസി ചാക്കോ ചില വാക്കുകൾ നമ്മൾ സംസാരിക്കും. ഒരു 10-15 മിനിറ്റ് സമയം ശുശ്രൂഷിക്കാൻ അവസരമുണ്ട്. കർത്തദാസനെ ഒരിക്കൽ കൂടെ കൈയടിച്ച് തന്റെ അനുഭവം നമ്മൾ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഈ അനുഗ്രഹീതമായ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന നമ്മൾ ആരാധിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ എല്ലാവരും സഹായിച്ചു. വളരെ ഔപചാരികമായി ചില ദിവസങ്ങളായിട്ട് ഞാൻ ഇപ്പോൾ നാട്ടിലായിരിക്കുന്നു. ചില ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നതാണ്. 6-ാം തീയതി ഞാൻ തിരിച്ച് മടങ്ങി പോകുന്നു. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. വളരെ ഞാൻ സ്നേഹിക്കുന്ന, വളരെ ബഹുമാനിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ഷാജി പാഷെ, പ്രിയ ജോളി ആൻറ്റി, കുഞ്ഞുങ്ങളെ രണ്ടുപേരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2008 ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ധരണം IPC ടാബർനാക്കളിലെ പ്രിയ ഷാജി പാഷ കടന്നു വരുവാനും ആ മീറ്റിംഗ് ഞങ്ങളുടെ ലൈഫിലെ 21 ഡേയ്സ് ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഒരു വലിയ ഒരു ചോദ്യവുമായിട്ടാണ് ഞാൻ ദൈവസന്നിധിയിലായിരുന്നത്. പല ദൈവദാസന്മാരിലൂടെ ദൈവത്തിൻ്റെ ശക്തമായ വ്യക്തമായ ആലോചനകൾ കേൾക്കുവാനും അതിനനുസരിച്ച് ഞങ്ങൾ ഏകദേശം 1 വർഷത്തോളം ഇങ്ങനെ ദൈവം പറഞ്ഞതായ ആലോചനകൾ വെച്ച് പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളിൽ ഒരു ദിവസം രാത്രിയിൽ ഒരു 10 മണിക്ക് ശേഷം ഷാജി പാഷ എന്നെ ഫോൺ വിളിച്ചു. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന വിഷയം ഒരു മനുഷ്യരോട് പോലും ഞാൻ പറഞ്ഞില്ല. കാരണം ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിൻ്റെ ആലോചന ഇപ്രകാരമാണ് പറഞ്ഞത്: മധ്യപ്രദേശിലേക്ക് ദൈവത്തിന് പദ്ധതിയുണ്ട്. അപ്പോൾ ഞങ്ങളത് എഴുതി വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാത്രിയിൽ ഷാജി പാഷ എന്നെ വിളിക്കുക. മുൻസി, ഞാൻ ഫാമിലിയായിട്ട് ഭോപ്പാലിലൊരു PUPFൻ്റെ മീറ്റിങ്ങിന് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. എനിക്കൊരാഗ്രഹമാണ് മോൻസി ഫാമിലിയുമായിട്ട് നമുക്ക് ഒരുമിച്ച് ഭോപ്പാലൊക്കെ കണ്ട് വരാമെന്ന് ഇങ്ങനെ പറഞ്ഞു. അതിനുശേഷം വീണ്ടും കോൾ കട്ട് ചെയ്ത് എന്നെ രണ്ടാമത് വീണ്ടും വിളിച്ചു. അന്നേരം ഞാൻ വിവരമൊക്കെ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, എനിക്കൊരു ആത്മനിയോഗത്തോടെയാണ് ഞാൻ വിളിച്ചത്, അപ്പം നാളെ പോയി ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് പ്രിയ ഷാജി പാഷ, ജോളി ആൻറ്റി, കുഞ്ഞുങ്ങളെ 2 പേര്, ഞങ്ങൾ കുടുംബം, എൻ്റെ വൈഫ്, എൻ്റെ മോൾക്ക് 3 വയസ്സ് ഏകദേശമേ ഉള്ളൂ. ഞങ്ങളങ്ങനെ ആ മീറ്റിങ്ങിന് പോയി. ആ മീറ്റിങ്ങിന് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നപ്പോൾ പ്രിയ ജോളി ആൻറ്റിയുടെ ജ്യേഷ്ഠത്തി മോളി ആൻറ്റി ഭോപ്പാലിലുണ്ട്. ആൻറ്റി എന്നെ ഫോൺ വിളിച്ചു. എന്നോട് ചോദിച്ചു, ദർശനമൊക്കെ പ്രാപിച്ച് വന്നിട്ട് എന്താ തിരിച്ചു വരുന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു സൗകര്യം ഉണ്ടാവുന്നവരെ അതിനുശേഷം വരാമെന്ന് പറഞ്ഞു. ആൻറ്റി പറഞ്ഞു, കുഴപ്പമില്ല, ധൈര്യമായിട്ട് വാ, നിങ്ങൾക്കൊരു ക്രമീകരണം ഉണ്ടാകുന്നവരെ ഞങ്ങളുടെ ഭവനത്തിൽ താമസിക്കാമെന്ന് പറഞ്ഞു. ആൻറ്റിയുടെ ആ വാക്ക് കേട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് ഭോപ്പാലിലേക്ക് പോയി. ചില 1-2 ആഴ്ചയോളം പ്രിയ മോളി ആൻറ്റിയോടും സുനിൽ ചാനോടും ഒക്കെ അവിടെ കുടുംബത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. അതിനുശേഷം ഞങ്ങൾ, എൻ്റെ വൈഫ് ഒരു നേഴ്സാണ്, ഒരു ജോലിയുടെ ക്രമീകരണം കർത്താവ് ഒരുക്കി. അങ്ങനെ കറവന്ത് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ ഏകദേശം അവിടെ നിന്നൊരു 15-16 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടേക്ക് ഞങ്ങൾ ഒരു വാടക വീടെടുത്ത് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തു. ഇന്ന് 16 വർഷമായി. ഈ 16 വർഷം ഞാൻ പിന്നിട്ട് ചിന്തിക്കുമ്പോൾ ഒത്തിരി ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ
ഒരു മനുഷ്യരുടെ പോലും നമുക്ക് പറയാൻ കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ കൂടെ ഞാൻ കടന്നുപോയി. എന്നാൽ അവിടെയെല്ലാം ദൈവം വിശ്വസ്തനായ ദൈവമായിരുന്നു. പാഷ എന്നോട് ഒരു കാര്യം ഒന്ന് പറഞ്ഞു, മോൻസിയുടെ റൂട്ടുകളൊക്കെ ക്ലിയറാണ്, ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു, മുന്നോട്ട് പോകാൻ പറഞ്ഞു. ദൈവം എന്തെങ്കിലും ഒരു വാഗ്ദാനം നമ്മൾക്ക് തരുമ്പോൾ ആ വാഗ്ദത്തം നമുക്ക് പ്രാപിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒന്നാമത്തെ കാര്യം ഒബീഡിയൻസ് ആണ്, അനുസരണമാണ്. 100,000 പ്രശ്നങ്ങൾ ഒരുപക്ഷെ കാണുമായിരിക്കാം, 100,000 ചോദ്യങ്ങൾ കാണുമായിരിക്കാം. എങ്ങനെയായിത്തീരും, എന്തായിത്തീരും, ആര് സഹായിക്കും, എവിടെ നിന്നായിരിക്കും നമുക്ക് മുന്നോട്ടൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്ന കാര്യം, അനുസരിച്ചാൽ കാര്യങ്ങൾ എളുപ്പമാണ്. അനുസരിക്കുന്നവൻ്റെ അടുത്ത് ശത്രുവിൻ്റെ ഒരു പോരാട്ടവും നടക്കത്തില്ല. ഇന്ന് നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളൊക്കെ വളരെ ചോദ്യങ്ങളുടെ മുമ്പിലായിരിക്കും നിൽക്കുന്നത്, വളരെ പ്രതിസന്ധികളുടെ മുമ്പിലായിരിക്കും നിൽക്കുന്നത്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നിറവേറ്റപ്പെടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ദൈവത്തെ അനുസരിക്കുകയാണ്. കർത്താവ് എന്താണ് പറഞ്ഞത് അതുപോലെ അനുസരിക്കാൻ നമ്മൾ തയ്യാറായാൽ നമുക്ക് തിരിഞ്ഞ് ചിന്തിക്കേണ്ട ആവശ്യം വരത്തില്ല. നമ്മളെ കാണുന്നവർ, നമ്മളെ നോക്കുന്നവർ എല്ലാം അതിശയിക്കുന്ന നിലകളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ ദൈവം വർഷിപ്പിക്കുവാനായിട്ടിടയായി. പ്രിയ യൂത്ത് സർവീസ് നടന്നപ്പോൾ പ്രിയ മകള് ഒരു വാക്ക് പറഞ്ഞ് ഞാനത് വളരെ എൻ്റെ ഹൃദയത്തിൽ അത് വളരെ ടച്ച് ചെയ്തു. പ്രശ്നങ്ങളൊക്കെ താൽക്കാലികമാണ്. പ്രശ്നങ്ങളൊക്കെ ഇപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ വന്നു. ആ പ്രശ്നത്തിൻ്റെ നടുവിൽ ഞാൻ ഇന്ന് മനസ്സിലാക്കുന്ന, ഇന്ന് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ആരുടെയും നടുവിൽ ഞാനൊരു ചോദ്യചിഹ്നമല്ല. അനേകരുടെ ചോദ്യങ്ങളുടെ മുമ്പിൽ ഒരു ഉത്തരമായി നിൽക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഞങ്ങൾ വാടക വീടെടുക്കുന്ന സമയത്ത് എന്നെ പ്രിയ സുനിൽച്ചാൻ്റെ മുളിയാനിയുടെ മകൻ ഞങ്ങളെ എടുത്ത വാടക വീട്ടിലേക്ക് കൊണ്ട് ഷിഫ്റ്റ് ചെയ്ത് വാടക വീടെടുക്കുന്ന സമയത്ത് ഒരു പൊടിക്കുഞ്ഞ് 3 വയസ്സേ ഉള്ളൂ എൻ്റെ മോൾക്ക്. വെറും 350 രൂപ എൻ്റെ കയ്യിലുണ്ട്. കിടക്കാൻ പായില്ല, കട്ടിലില്ല, ഗ്യാസില്ല, ഒന്നുമില്ല. ഒരു വാക്ക് പറഞ്ഞാൽ സഹായിക്കാൻ 100 കണക്കിന് ആൾക്കാരുണ്ട്. ഞാൻ നിന്ന ഭവനം പോലും എന്നെ സഹായിക്കാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. ഇപ്പം ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടങ്ങളുണ്ട്, അത് താൽക്കാലികമാണ്. അതൊരിക്കലും മറക്കരുത്. അത് നമ്മളെ ശുദ്ധീകരിക്കാനും നമ്മളെ മോൾഡ് ചെയ്യാനും നമ്മളെ ഒരുക്കുവാനുമാണ്. ഇപ്പം ദൈവം ഈ ദിവസങ്ങളിലൊക്കെ നമ്മളെ പല പ്രതിസന്ധിയിലൂടെ ഒരുപക്ഷെ നമ്മൾ പോകുന്നുണ്ടായിരിക്കാം. പക്ഷേ ആ പ്രശ്നങ്ങൾ കണ്ടിട്ട് നിങ്ങൾ മനസ്സ് മടുക്കരുത്, ക്ഷീണിച്ചു പോകരുത്. താൽക്കാലികമാണ്. അതിനുശേഷം വലിയൊരു ഉയർച്ച ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവ് സ്വന്തമായി വീട് തന്നു, സ്വന്തമായി വാഹനം നൽകി തന്നു, നല്ല സാഹചര്യം കർത്താവ് ഒരുക്കി തന്നു. ഒരു ചായ പോലും മേടിച്ചു കൊടുക്കുവാൻ നമുക്ക് പൈസ ഇല്ലായിരുന്ന സാഹചര്യം അനേക ആൾക്കാരെ സഹായിക്കുവാൻ ഒരുപാട് കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ നമ്മുടെ കഴിവിലില്ല. നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ദൈവം അത്ഭുതം ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ദൈവദാസന്മാർക്ക്, ദൈവസഭയ്ക്ക് നമ്മൾ സബ്മിസീവായിരിക്കണം, കീഴ്പ്പെട്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കീഴ്പ്പെടുന്നെങ്കിൽ മാത്രമേ ദൈവം നമ്മളെ അനുഗ്രഹിക്കത്തുള്ളൂ. അങ്ങനെ കീഴ്പ്പെടാൻ ഒരു മനോഭാവം നമുക്കില്ലെങ്കിൽ, കർത്താവിന്റെ ദാസൻ പറഞ്ഞു, എളിമയോടും താഴ്മയോടും ഹംബിൾനെസ്സോടും കൂടി നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കണം. നമ്മൾ ഒരുപക്ഷെ ഒത്തിരി കഴിവ് കാണുമായിരിക്കാം, പക്ഷെങ്കിൽ ദൈവദാസന്മാർക്ക്, ദൈവസഭയ്ക്ക്, ദൈവജനം കീഴ്പ്പെട്ടിരിക്കണം. ഹല്ലേലൂയ. ഇതെൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കി പ്രാപിച്ചൊരു അനുഗ്രഹമാണ്. നമ്മളെ ഓരോരുത്തരെയും പറ്റി ദൈവത്തിന് ഓരോ പദ്ധതിയുണ്ട്. നമ്മളെ ഓരോരുത്തരെ പറ്റി ദൈവത്തിനൊരു ഹിതമുണ്ട്. ആ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി നമ്മളെ തന്നെ സമ്പൂർണമായി നമ്മൾ സമർപ്പിക്കാത്തിടത്തോളം കാലം എത്ര പ്രാർത്ഥിച്ചാലും, പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല, പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അത് ഫലിക്കണമെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി മാറണമെങ്കിൽ, ഒന്ന് അനുസരണം, രണ്ട് കീഴ്പ്പെട്ട മനോഭാവത്തോടിരിക്കണം. മൂന്നാമത്തെ കാര്യം
ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മൾ ജീവിക്കണം. പല ആലോചനകൾ നമ്മളെ പറ്റി ദൈവത്തിനുണ്ട്. ആ ആലോചനകൾ ഒന്നൊന്നായി ദൈവം നിറവേറ്റാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷെ കറക്റ്റ് ഹിതത്തിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കും. ഒറ്റയടിക്ക് ആരെ പറ്റിയുള്ള ദൈവത്തിന്റെ ഹിതം ദൈവം നിറവേറ്റത്തില്ല. പടിപടിയായിട്ടാണ് ദൈവം ഒരാളെ ഉയർത്തുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ, ഞങ്ങളുടെ എല്ലാ പ്ലാനുകളെ സറണ്ടർ ചെയ്ത് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവത്തിൻ്റെ ഓരോ പദ്ധതികളും, പറഞ്ഞ ഓരോ പ്രവചനങ്ങളും ദൈവം ഫുൾഫിൽ ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. ഇന്നിവിടെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ച് ദൈവത്തിൻ്റെ ഹിതപ്രകാരം മുന്നോട്ട് നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു 2025 നിങ്ങളുടെ ലൈഫിനകത്ത് ഉള്ള പല പ്രശ്നങ്ങളും ഞാൻ വിശ്വസിക്കുന്നു 2026 നിങ്ങൾ കയറുമ്പോൾ വലിയ ദൈവത്തിൻ്റെ അത്ഭുത വാതിലുകൾ കർത്താവ് നിങ്ങൾക്ക് തുറന്നു വരുവാനിടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളിലും ദൈവം നമ്മളെ ഒരുക്കുവാനായി, ദൈവം നമ്മളെ ബിൽഡ് ചെയ്യുവാനായി, ദൈവം നമ്മളെ ശക്തീകരിക്കുവാനായി, ദൈവം നമ്മളെ ചില പ്രശ്നത്തിലൂടെയൊക്കെ ദൈവം നമ്മളെ കടത്തിവിടും. അപ്പോൾ തന്നെ നമ്മൾ ഓർത്തോണം, ഇതൊന്നും താൽക്കാലികമല്ല. ഇതെല്ലാം താൽക്കാലികമാണ്, പക്ഷെ നിത്യമായ ഒന്ന് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ആരുടെ അടുത്തും നമ്മളൊന്നും പറയേണ്ട പോലും ആവശ്യമില്ല. നമ്മളെ തേടി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ അരികിലേക്ക് എത്തുവാനായിട്ട് ഇടയായി തീരും. ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ ആ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് മുമ്പാകെ സമർപ്പിക്കുന്നുവെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ മുമ്പിൽ കർത്താവ് വലിയ അത്ഭുതത്തിൻ്റെ വാതിലുകൾ തുറക്കാനായിട്ട് പോകുകയാണ്. ഹല്ലേലൂയ. എനിക്ക് സന്തോഷമുണ്ട്, വളരെ ആനന്ദമുണ്ട്. കാരണം ഒന്നുമില്ലാതെ ഒരു അന്യദേശത്തെ, അന്യഭാഷ സംസാരിക്കുന്ന ആൾക്കാരുടെ നടുവിൽ ഇത്രത്തോളം ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കണമെങ്കിൽ എങ്ങനെ ഒന്ന് ഓർത്ത് നോക്കിക്കുക. ആരുമില്ലാത്തൊരു സ്ഥലം, ഒരു പരിചയമില്ലാത്തൊരു സ്ഥലം, ഇതാണ്, അവിടെയാണ് ദൈവഹിതം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത, ദൈവത്തിന് ഹിതമല്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് ഇടയാകരുത്. ദൈവം നമ്മുടെ ലൈഫിനെ പറ്റി വളരെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുക. അതുപോലെ തന്നെ ദൈവം നടത്തിത്തരും. ഒറ്റ കാര്യമേ ഉള്ളൂ, ആ കറക്റ്റ് ചാനലിലേക്ക് നമ്മൾ നിന്നു കൊടുത്താൽ മാത്രം മതി. നമ്മുടെ കഴിവിലോ നമ്മുടെ മിടുക്കിലോ നമ്മുടെ സാമർഥ്യത്തിലോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കാൻ നമ്മൾ സ്റ്റെപ്പ് വെച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവം തരും. വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു സന്ദേശം നമുക്ക് കേൾക്കേണ്ടതാണ്. കർത്താവിൻ്റെ ദാസൻ തുറന്നുള്ള സമയങ്ങൾ നിങ്ങളെ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളെ ആയിരിക്കുന്ന ഇടത്ത് പല പ്രതിസന്ധികളുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ആരാധനയൊക്കെ ഓൺലൈനാണ്. പ്രാർത്ഥനയിൽ ഓർക്കുക. നോർത്ത് ഇന്ത്യയിലെ സാഹചര്യങ്ങൾ നിങ്ങളെല്ലാം കേൾക്കുകയും ന്യൂസിലൂടെയൊക്കെ വായിക്കുകയും ചെയ്യുന്നതാണ്. ഞങ്ങളെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവിടെ ചെറിയ കൂടിവരവുണ്ട്. വളരെ അനുഗ്രഹമായ നിലകളിൽ അതെല്ലാം കടന്നു പോകുന്നു. അനേകരെ കർത്താവിനെ അറിയുവാനും അനേകരെ കർത്താവിൻ്റെ സഭയിലേക്ക് വരുവാനും ഒക്കെ കഴിഞ്ഞ നാളുകളിൽ കർത്താവ് സഹായിച്ചു. തുടർന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഓർക്കുമ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം. സമയം അനുവദിച്ച കർത്താവിൻ്റെ ദാസന് വളരെ നന്ദി.